ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. എനിക്ക് നല്ല പനിയുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനൊരു വീഡിയോ കാണാനിടയായി. ഞാൻ തുടക്കം തന്നെ ഇൻട്രോയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ കാണാനിടയായി ഇപ്പം ഒരു ക്യാപ്ഷൻ കണ്ടു. എന്തായാലും ഞാൻ ആ ക്യാപ്ഷൻ ഒന്ന് വായിക്കാം. അക്ഷരം തെറ്റാതെ വിളിക്കാം കലാപ്രതിഭ എന്നു. സബ് ജില്ലാ കലോത്സവ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ കുപ്പിവള പൊട്ടി കൈമുറിഞ്ഞു. ബ്ലഡ് വന്നിട്ടും മത്സരം അവസാനം വരെ പൊരുതി. ബിഗ് സല്യൂട്ട്. സത്യം പറയാലോ, ഈ പോസ്റ്റ് ഇട്ടവൻ എന്തർത്ഥത്തിൽ ഇതിട്ടെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ബിഗ് സല്യൂട്ടൊക്കെ പറയുന്ന അവിടെ ഇരിക്കട്ടെ. ആദ്യം ഇത് കണ്ട സമയത്ത് എന്തുകൊണ്ട് ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അവിടെ വെച്ച് നിർത്തിയില്ല, ഒന്ന് ആലോചിച്ച് നോക്കി. ആ കൊച്ചിൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, ഇതൊക്കെ ഭയങ്കര ഇതായിരിക്കും. ചോര വരുന്നു, കൈ എട്ടുന്നു, ഡാൻസ് കളിക്കുന്നു, കലാപ്രതിഭ, നീയൊക്കെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ബിഗ് സല്യൂട്ടോ എന്ത് വേണമെങ്കിലും കൊടുത്തോ. ഓക്കെ, അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ക്യാപ്ഷനും കാര്യങ്ങളും ഇട്ടൊക്കെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് കുഴഞ്ഞ് വീണായിരുന്നെങ്കിലോ. അവിടെ ഇരിക്കുന്ന ജഡ്ജസ് എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെന്ന് ഞാൻ ആലോചിച്ച്. മനുഷ്യൻ്റെ ജീവനോട് അത്രയും വരുമോ ഒരു കപ്പ്? നിങ്ങൾ പറ, കപ്പ് പിന്നെയും നമുക്ക് നേടാൻ ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു സിറ്റുവേഷൻ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയായിരുന്നെങ്കിലോ. നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ആദ്യം കെട്ടിക്കൊടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു അവസരം കൊടുക്കുക. അങ്ങനെയല്ല സാധാരണ ചെയ്യേണ്ടത്. അങ്ങനെ ഇതുവരെ ആ സിസ്റ്റം ഇല്ലെങ്കിൽ പോലും അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തായാലും നമുക്ക് ആ കുട്ടിയുടെ വീഡിയോയിലോട്ടൊന്ന് കണ്ടു നോക്കാം. ഇത്രയും ചോരയും കാര്യങ്ങളും ഒക്കെ കളഞ്ഞു ആ കൊച്ചു ചെയ്യുകയും ചെയ്തു. അതിനെ കുറ്റം പറയാനും പറ്റത്തില്ല. ഒന്ന് വെച്ച് ചിന്തിച്ചാൽ ഒന്ന് ആലോചിച്ചാൽ എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ്. ആ കുട്ടി ഒരാൾ കാരണമായിട്ട് ആ ഒരു പ്രോഗ്രാം ഒന്നും മുടങ്ങിപ്പോയാലോ എന്നുള്ള അതിൻ്റെ മുഖത്ത് അതിന് ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ അതിനെ കുറ്റവും പറയാൻ പറ്റത്തില്ല. പിന്നെ അവർ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യും, കൈയടിക്കുകയൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. ഓക്കെ, അവർക്ക് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത്. അവർ ഫസ്റ്റിന് വേണ്ടിയാണല്ലോ ഇപ്പോൾ ഒരു ഇതും പോരാടിയതും ഒക്കെ. ഒന്നല്ലോ ചെറുക്ക് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത്. ഇതൊന്നും പോട്ടെ, ഒന്ന് കുഴഞ്ഞ് വീണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞായിരുന്നെങ്കിലോ അവിടെ ഇരിക്കുന്ന ജഡ്ജസ് സമ്മാനം പറയുമോ, അല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടിക്ക് നിന്ന ടീച്ചേഴ്സ്, നിങ്ങൾ എന്തർത്ഥത്തിൽ അവിടെ വന്ന് നിന്നേ? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇത് കണ്ടിട്ട് സൂം ചെയ്തിട്ട് എടുക്കാൻ എല്ലാവർക്കും നല്ല മിടുക്കും കാര്യങ്ങളുമായിരുന്നു. ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ, ഞാൻ ഇപ്പോഴും അത് തന്നെ ചിന്തിച്ച് നോക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ ആ ജഡ്ജസിനെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് അവിടുത്തെ ജഡ്ജസിനെയും ടീച്ചേഴ്സിനെയും എല്ലാം നിർത്തി അങ്ങ് പൊരിക്കുന്ന രീതിയിലുള്ള കുറച്ച് കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെന്തായാലും കണ്ടപ്പോൾ ഒരു സന്തോഷവും കാര്യങ്ങളുമായി. കാരണം വിവരമുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അല്ലാതെ ബിഗ് സല്യൂട്ട്, കലാപ്രതിഭ ഇതിനോടൊന്നും എനിക്ക് യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. മനുഷ്യൻ്റെ ജീവനേക്കാളും വരുമോ ഒരു കപ്പ് ട്രോഫി? എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അച്ഛനമ്മമാർ അതുപോലെ കഷ്ടപ്പെട്ടാണ് അവളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രോഗ്രാമിനും കാര്യത്തിനുമൊക്കെ അവർ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത്. പണ്ടൊക്കെ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് പോലും ഇറക്കത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ കാലത്തിൽ അങ്ങനെയല്ല, പെൺകുട്ടികൾക്കാണ് എല്ലാ കാര്യത്തിനും മുൻഗണന. ഓക്കെ, എന്ന് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് വേണോ ഈ പരിപാടിക്ക് ഇറങ്ങാൻ? എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം വന്നിട്ട് പറയുന്നത്. പണ്ടും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ബോധം കെട്ട് താഴെ വീണു. എന്നിട്ട് ആ കൊച്ച് സൈഡിലോട്ട് മാറി കിടക്കുക. ആരും വന്ന് എടുത്തൊന്നുമില്ലായിരുന്നു. പിന്നെ വേറൊരു വീഡിയോ, ഞാനത് വേറൊരു യൂട്യൂബറിൻ്റെ അത് കട്ട് ചെയ്തെടുത്തതാണ്. കാരണം ഞാൻ തപ്പിപ്പോയപ്പം എനിക്ക് കിട്ടിയില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പം ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് വെച്ചുതരാം, നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും.
നാളിൽ പൊന്നൊളിഭദ്രൽ നിറപ്പാകി മംഗലത്തിൽ ഒന്നിക്കും ചിന്നുകുളിസുകളീ ദിനമായി ഫല്ലിലുമായി പുതുമയിൽ ദൗമായി മഹിമ പുമാല മാല മലർക്കനി അതിശയ പണിയാലെ മഷുക്കിൻ മഷഹൂറിൻ നാളിലേക്ക് പൂങ്കനി മംഗൾ തിങ്കിട് കാണാൻ ചുങ്കാലി നാരികളങ്കണമാകി നിറയുന്നത് ചന്തമിലൊത്തത് സീറാലേ സീറായി ഫിർദൗസിൽ ശീലായി ഹദീജത്തിൽ സൈറായി ബഹുമയിൽ നൂറായി നൂറായി സഹറുകൾ ബദറാം ചരിതത്തിൽ ഹൈറായ കിസ്സ കേട്ടു വീരിലിത്തിരും നാരികളെല്ലാം കൈമറച്ചൊരു മൈലാഞ്ചി ചിത്രമഞ്ചൽ മേനിയിലേക്കൊരു മൈലാഞ്ചി ബദർ പൊലി ബദറതു മിനുസത്തിൽ എത്തി സുബർഗത്തിൽ നീറായി നേരിൽ ലേശിടും അത്ര മമ്പർ പൂശിടും നരികൾ ജറൂറാലെ മരച്ചോട്ടി. ഇത് നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും സൈഡിൽ ആ കൊച്ചിൻ്റെ ദേഹത്തെ ബ്ലഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പരമാവധി പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നേ പറ്റൂ. ഓക്കെ, എല്ലാ ആൾക്കാരും എന്താ ചെയ്യുന്നത്, പിറ്റേ ദിവസം ഈ കുട്ടികളെ ചെന്നിട്ട് മൈക്കൊക്കെ ആയിട്ട് ചെന്നിട്ട് ആ സമയത്ത് എന്താ കുട്ടിക്ക് തോന്നിയത്, കുട്ടിക്ക് കുഴച്ചിലോ വല്ലതും ഉണ്ടായിരുന്നോ, അതോ വീണ് പോവുമായിരുന്നോ, പിന്നെ അതൊരു ഇൻ്റർവ്യൂ ആക്കി അതൊരു കണ്ടൻറ്റാക്കി പോകുന്നതാണ് രീതി. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ച് പൊറപ്പിക്കാതിരിക്കുക. അതുപോലെ പ്രത്യേകിച്ച് ജഡ്ജസിനോട് കാണുകയാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അവർക്കൊരു അവസരം കൂടെ കൊടുക്കണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ സുഖത്തിന് ഇരുന്ന് ഇങ്ങനെ കൈയും കെട്ടിയിരുന്നിട്ട് നിങ്ങൾ കൈ ശ്രദ്ധിക്കുന്നോ, കാല് ശ്രദ്ധിക്കുന്നോ, മുദ്ര പോകുന്നുണ്ടോ, ഇതൊക്കെ പോകുമ്പോൾ ഒരു ജീവനാണ് പോകുന്നത്. നമ്മളെ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഇത് ആവർത്തിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊരു പണിയാവാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ നാട്ടുകാർ കല്ലെറിഞ്ഞു കൊല്ലും. ഇതിലെന്തെങ്കിലും നടക്കും, അത് 100% ഉറപ്പ്. അതുകൊണ്ട് പരമാവധി കാര്യങ്ങൾ ആദ്യം ട്രീറ്റ്മെൻറ്റ്, അതാണ് ആദ്യം വേണ്ടത്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എനിക്കിത്രേ പറയാൻ പറ്റൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്.